ദിലീപേ ആരുടെ ഫാനാണ് ആദ്യം തന്നെ ചോദിക്കട്ടെ. സത്യം പറയാ. അല്ല ഞാൻ CR7 ആണോ? ഞാൻ CR7ന്റെ ഫാനാണോ? ആ ഓക്കെ. അപ്പൊ ഇനിയിപ്പം അർജന്റീന അല്ല, പക്ഷെ ഇന്ന് അർജന്റീന ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത് ശരിയായ നിലപാടല്ലേ കേട്ടോ. അല്ല മെസ്സി നല്ലൊരു പ്ലെയറാണ്. ഏറ്റവും ഈ നിലവിലെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അർഹനാണ്. ഇത്തവണത്തെ വേൾഡ് കപ്പ് എടുക്കുന്ന ഏറ്റവും അർഹനായ വ്യക്തി അദ്ദേഹമാണ്. അപ്പോ ദിലീപേ, തലസ്ഥാനത്തിന്റെ ആവേശം എങ്ങനെയാണ് ഫുട്ബോൾ, ഈ ഒരു ഫുട്ബോൾ ഫീവറിനെ അവരൊക്കെ ഏറ്റെടുക്കുന്നത്? എങ്ങനെയാണ്? കുട്ടികളൊക്കെ വലിയ ആവേശത്തിലായിരിക്കും, പറഞ്ഞാൽ നാളെ സ്കൂളിനൊന്നും പോകണ്ട. എന്താ ദിലീപ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശം? നമ്മുടെ സാനു ഇപ്പുറത്തെ സൈഡിൽ റെഡിയാണ് കേട്ടോ. സാനുവിന് പിറകിൽ ഗംഭീര പട തന്നെ ഉണ്ട്. അത് മെസ്സിപ്പടയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ദിലീപേ വളരെ പെട്ടെന്ന്. ഓക്കെ, എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പൂജപ്പുര സ്റ്റേഡിയത്തിലാണ്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒട്ടനവധി കുട്ടികൾ, അതോടൊപ്പം തന്നെ ക്രിക്കറ്റും അതോടൊപ്പം തന്നെ ഫുട്ബോളും കളിക്കുന്ന ദൃശ്യം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഏറെക്കുറെ, അതായത് ഇതിനടുത്ത് തന്നെ വൈകിട്ട്, അത് ഏകദേശം ഈ കളി കാണുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു കുഞ്ഞ് മെസ്സി ഫാനിനെ കാണാം. അതായത് നമുക്ക് ഏകദേശം ഒരു 3 വയസ്സോ അല്ലെങ്കിൽ 4 വയസ്സോ ഉള്ളൂ എന്ന് തോന്നുന്നു ആ കുഞ്ഞ്. എന്തായാലും ഫസ്റ്റ് ആ കുഞ്ഞിനോട് നമുക്ക് പ്രതികരണം കേൾക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഹായ് മെസ്സി. ഹലോ ഹായ്, പേരെന്താ മോനെ? ഹലോ പേരെന്താ? പേരെന്താ? വിഹാൻ. ആരാണ് ഇഷ്ടം? ഇത് ആര് ജേഴ്സിയാ? ജേഴ്സി ആരാടാ? മെസ്സി. ആരുടെ വന്നത്? ആരുടെ വന്നത്? മോനെ ആരുടെ വന്നത്? അച്ഛൻ്റെ കൂടെ വന്നേ? മെസ്സി എന്നത്രേ പറയുന്നുള്ളൂ കുഞ്ഞ്. എന്തായാലും കുഞ്ഞിന്റെ അച്ഛനുണ്ട് നമ്മോടൊപ്പം. ചേട്ടാ ഏത് ഫാനാണ് ചേട്ടാ? അർജന്റീന. ഇത്തവണ അതായത് സ്പെയിന് ശക്തരാണ്. അതായത് ഫ്രാൻസിനെയൊക്കെ തോപ്പിച്ചാണ് സ്പെയിൻ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ശക്തമായി അവരുടെ പ്രതിരോധം, അതുപോലെ അറ്റാക്കും വളരെ വലുതാണ്. അപ്പോൾ എങ്ങനെ കാണുന്നു ഇന്നത്തെ ഫൈനൽ? ഉറപ്പായും അർജന്റീന ഫസ്റ്റ് തുടക്കം കളി തൊട്ട് വലിയൊരു ടീമല്ലായിരുന്നു. അവരുടെ ടീം സ്പിരിറ്റ് കൊണ്ടാണ് ഇങ്ങനെ കയറി വന്നത്. അത് പറഞ്ഞു വരുമ്പോൾ ഈ പല ചെറിയ ടീമിൻ്റെ അടുത്ത് അർജന്റീന വളരെ സത്യസത്യമായി പറഞ്ഞാൽ വളരെ വേർത്ത് തന്നെയാണ് നമ്മൾ ജയിച്ചു വന്നത്. പക്ഷേ ഇംഗ്ലണ്ടുകാരുടെ കളിയിൽ എല്ലാവരുടെയും കണക്കൂട്ടൽ മാറ്റിമറിച്ചുകൊണ്ട് വ്യക്തമായ ആധിപത്യം പുലർത്തിയാണ് ജയിച്ചത്. പലരും നമ്മളെ പറയുന്നുണ്ട് ഫാൻസ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള അർജന്റീന, ബ്രസീൽ, പോർച്ചുഗലാണ്. പിന്നെയാണ് ഫ്രാൻസും ബാക്കിയുള്ള എല്ലാ ടീമും വരുന്നത്. പക്ഷേ ഇപ്പോൾ ബാക്കി എല്ലാവരും പുറത്തായി. സ്പെയിനിന് വലിയ ഫാൻസ് ഇല്ലാത്തതാണ്. പക്ഷേ ഇന്നെന്തോ സ്പെയിനിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ്. അർജന്റീനയ്ക്ക് വളരെ ഫാൻസ് കുറവാണ്. എന്നിരുന്നാലും നമ്മളുടെ എമിലിയോ മാർട്ടിനസിൻ്റെ ഗോൾ കീപ്പറിൻ്റെ ഒരു ഫാമില്ലായ്മയും പിന്നെ ഡിഫൻസിൻ്റെ ഒരു പോരായ്മ ഉണ്ടെങ്കിലും നമ്മളുടെ മിശിക നമ്മളെങ്ങനെയെങ്കിലും എത്തിക്കുമെന്ന് തോന്നുന്നു. കാരണം എല്ലാം നേടിക്കഴിഞ്ഞു. ഞങ്ങൾ അർജന്റീന ഫാൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം നേടിക്കഴിഞ്ഞു. നമ്മളെല്ലാം നേടി. മെസ്സിയുടെ ഒരു വിടവാങ്ങലായിരിക്കും മിക്കറിയാം. അതെ ദിലീപേ, അതായത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതായത് അവരുടെ ഗോൾ കീപ്പറിനൊരു ഇതുണ്ടെന്ന് പറഞ്ഞ്. അതായത് അപ്പം അങ്ങനെയാണെങ്കിൽ അവരെ മിഡ് കാക്കാൻ വേണ്ടി മെക്കലിസ്റ്റർ തയ്യാറാണ്. അപ്പം മെക്കലിസ്റ്ററിനെ കുറിച്ച് പുള്ളിക്കാരൻ്റെ അഭിപ്രായം ഒന്ന് ചോദിച്ചു വരാം. കുടുങ്ങി. മിഡ് കളിക്കുന്ന മെക്കലിസ്റ്ററിനെ പറ്റിയുള്ള എന്താണ് അഭിപ്രായം? കാരണം താങ്കൾ പറഞ്ഞായിരുന്നല്ലോ ഗോൾ കീപ്പറിന്റെ മാർട്ടിനസിന് കുറച്ച് പോരായ്മകളുണ്ട് എന്ന്. നിതീഷേട്ടൻ പണി കൊടുത്തതാണോ? മാക്ലിസ്റ്റർ ഫോം ഔട്ട് ആണെന്ന് പറയാൻ പറ്റൂല. ആൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെയിൻ ഒരു വളരെ യങ് ആയിട്ടുള്ള ടീമാണ്. എന്നാൽ ടിക്കി ടാക്ക എന്ന് പറഞ്ഞ വർഷങ്ങൾ മുമ്പ് അവർ ഒരിക്കൽ കപ്പടിച്ചാണ്. അത് കഴിഞ്ഞ് അതേ ഫോർമാറ്റ് എന്ന് വെച്ചാൽ യമാൽ സഹിതം എല്ലാവരും ടിക്കി ടാക്കയുടെ വക്താക്കളാണ്. സ്പെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കളിച്ചു ബാഴ്സലോണ കളിച്ചു വളർന്ന ആ ഒരു ടിക്കി ടാക്ക അറിയാമെന്നുള്ള ആളായതുകൊണ്ടും മിഡിൽ മാക്കസ്റ്റർ ഒരു വിധം നല്ല രീതിയിൽ കളിച്ചു പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബെറ്റർ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എന്നാലും ഇതിനെല്ലാം ഓവർകം ചെയ്ത് മെസ്സിയുടെ അത്ഭുതം, മാജിക്, ഈ ഇംഗ്ലണ്ടിനായിട്ട് കളിച്ച ലെഫ്റ്റ് എന്ന് പറഞ്ഞതിന് റൈറ്റ് കൊണ്ട് നല്ലൊരു അസിസ്റ്റ് കൊടുത്ത് നമ്മളെ ഞെട്ടിച്ചാണ് മെസ്സി. ഉറപ്പായും അതിൻ്റെ ഒരു ഇതുണ്ടാവും. ദിലീപേ, തീർച്ചയായും എന്തായാലും വളരെ ദിലീപേ, ചേട്ടൻ ടിക്കറ്റാക്കിയെ കുറിച്ച് പറയുന്ന സമയത്ത് അപ്പോൾ ചേട്ടനൊരു പേടിയുണ്ട്. അതായത് ചേട്ടൻ അർജന്റീന ഫാൻ ആണെങ്കിലും സ്പെയിനിന്റെ തന്ത്രങ്ങളിൽ അർജന്റീന കുടുങ്ങും. അതായത് റോദ്രിയും ഫെദ്രിയും കളിക്കുന്ന സമയത്ത് അർജന്റീന അതിൽ കുടുങ്ങി പോകുന്ന ഒരു പേടിയുണ്ട് ചേട്ടന്. ചേട്ടാ ടിക്കറ്റൊക്കെ അവർ ഫോളോ ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഭയമുണ്ടല്ലോ ഉള്ളിൽ. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ എപ്പോഴും യൂറോപ്യൻ ഫുട്ബോളിന് വ്യത്യസ്തമാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ ഭയം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഉറപ്പായും അവരുടെ കളി എന്ന് പറഞ്ഞാൽ ചെറിയ കുറിയ പാസുകളാണ് ടിക്കറ്റായി കൊണ്ടുപോകണം. പക്ഷേ ഭയമുണ്ടെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നല്ലൊരു ടീമാണ്. നമ്മൾ ഇപ്പോൾ ഈ 39 വയസ്സായ മെസ്സി നയിക്കുന്ന അർജന്റീനയും
വളരെ പനേഴ്സ് എമാലിന്റെ ടീമും തമ്മിൽ നോക്കുമ്പോൾ നമുക്കറിയാം. ദിലീപേ ഭയം അതിന്റെ ഒരു വേണ്ട, വ്യത്യാസം ജാഗ്രത മതി എന്ന് ഉറപ്പായിട്ടും തൽക്കാലം ഉണ്ടാവും. പറഞ്ഞേക്ക്. പക്ഷേ അവിടെ കുറച്ച് overcome കുട്ടി ചെയ്യാൻ കുറുമ്പന്മാർ വേണ്ടി നിൽക്കുന്നുണ്ട്, മെസ്സിക്ക് നമുക്ക് അവരിലേക്ക് കൂടി ഒന്ന് പറ്റും. പോവാം കേട്ടോ. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പയ്യെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കുട്ടി കുറുമ്പന്മാരോട് പോവാം. ചേട്ടാ ഭയം വേണ്ട, ജാഗ്രത മതി എന്നാണ് നമ്മുടെ ആങ്കർ പറഞ്ഞത്. ഭയം നമുക്ക് ഒരിക്കലും ഇല്ല. കാരണം എന്തിനാണ് ഇതിനേക്കാളും വലിയ ടെൻഷൻ അടിച്ച കളികൾ കണ്ടാണ് നമ്മളിവിടെ എത്തിയത്. കഴിഞ്ഞ നമ്മളെ ഈജിപ്റ്റായിട്ടുള്ള കളി തന്നെ കണ്ടില്ലേ? എന്ത് പറയാം, ഇംഗ്ലണ്ടായിട്ടുള്ള കളി അവസാന 10 മിനിറ്റ് മതി നമുക്ക്. അതാ ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്, അവസാന 10 മിനിറ്റ് മതി അവർക്ക് കളി തിരിച്ചു പിടിക്കാൻ എന്നാണ് ഇംഗ്ലണ്ടിന്റെ കഴിഞ്ഞ കളിയുമായി ഉദാഹരണമായിട്ട് അവർ പറയുന്നത്. എന്തായാലും നമ്മോടൊപ്പം എന്തായാലും ഒരുപാട് കുഞ്ഞു കൂട്ടുകാർ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ കളിക്കുന്നുണ്ട്. എന്തായാലും അവരോട് തന്നെ ഇതിനെപ്പറ്റി ചോദിക്കും. ഫസ്റ്റ് നമ്മൾ ഗോൾ കീപ്പറിനോട് തന്നെ കാര്യം ചോദിക്കാം. ഏത് ഫാനാണ്? റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ, എൻ്റെ ഫാനാണ്. അപ്പോൾ ഇത്തവണ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സ്പെയിനാണോ? ഇപ്പോൾ സ്പെയിനാണ്. സ്പെയിനാണ്. എന്താണ് റീസൺ? എന്താണ്? യമാലുള്ളതുകൊണ്ടാണ്. അതോ മെസ്സി ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണോ? ഓപ്പോസിറ്റ് ഒന്നുമല്ല. അല്ല അമ്മ ഈജിപ്തിന്റെ കൂടെ കളിച്ച് ഇത്രയും ഫെയർ ആയിട്ട് തോന്നാറില്ല. ഫെയർ അല്ല. ഫെയർ അല്ല. തോന്നി. ഓ അതാണോ? അതാണ്. അല്ല പക്ഷേ അത് ഒരുപാട് ഫുട്ബോൾ വിദഗ്ധർ പറയുന്നത് കറക്റ്റ് ആയിട്ടാണെന്നല്ലോ പറയുന്നത്. ആ ഓക്കെ, ഗോൾ കീപ്പറാണോ? ഓ ഗോൾ കീപ്പറാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ട ഗോൾ കീപ്പർ ആരാണ്? ഗോൾ കീപ്പർ ഡിയാൽഗോ ജോൺ. ആ പോർച്ചുഗലിന്റെ. അത് പോർച്ചുഗൽ വിട്ടൊരു കളിയില്ല കേട്ടോ. ക്രിസ്ത്യാനോ റൊണാൾഡോയും സമ്പൂർണ്ണ പോർച്ചുഗൽ സ്നേഹമാണ്. അതെ, അല്ല പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഡിയാഗോ ആണ് ഇത്തവണ ഗോൾ കീപ്പറിൽ ഏറ്റവും അതെ ഫസ്റ്റ് അതെ അതെ, മികച്ച കളിക്കാരൻ, മികച്ച ഗോൾ കീപ്പറായിട്ട് നിലകൊള്ളുന്നത്. അപ്പൊ ദിലീപേ ഫുട്ബോൾ ആവേശം ഒട്ടും ചോരുന്നില്ല. ദിലീപ് കുറച്ച് തളർന്നു നിൽക്കുകയാണോ, ടയേർഡ് ആണോ ആ കുട്ടികൾക്കിടയിൽ പോയി? എനർജി ഒന്നും വേസ്റ്റ് ചെയ്യണ്ട, നമുക്കിന്ന് കുഴപ്പമില്ല. എന്നാ ഒന്ന് ഫുട്ബോൾ തട്ടുന്നോ? എനിക്ക് ഫുട്ബോളിനേക്കാളും ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ക്രിക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി ബാറ്റും ബോളും തപ്പേണ്ടി വരും.